എടാ പിന്നെ ഋഷി, ഞാൻ ഇന്നലെ നമ്മളെ പഴയ മാനേജറെ കാണാൻ പോയി. മാർബിൾ കമ്പനിന്റെ സ്റ്റുഡിയാണ്. ഞാൻ അവിടെ രണ്ടായിരത്തി 16 ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ നമ്മുടെ ലേബർ ലേബർ അക്കോമഡേഷനിലെ ഒരു ബംഗ്ലാദേശിയും രാജസ്ഥാനികളും ഫൈറ്റ്. മാറ്റർ ഇതായിരുന്നു, ബംഗ്ലാദേശികൾ എന്ത് ചെയ്യുന്നു, പിന്നെ അക്കോമഡേഷനിൽ പിന്നെ കിച്ചണിന് ബീഫ് കുക്ക് ചെയ്യുന്നു. എന്താണ് അങ്ങനെയൊക്കെ ആയിട്ട് എന്താണ്, അപ്പൊ ഇവർക്ക് ബീഫ് പറ്റില്ലല്ലോ. ആ ഇഷ്യൂ ഒക്കെ ആയിട്ട് ലാസ്റ്റ് ഓഫീസിലെത്തി, നമ്മളെല്ലാവരും ഉണ്ട്. അങ്ങനെ എന്താണ് നമ്മുടെ ബോസും ഉണ്ട്. അപ്പൊ ബോസ് എന്താണ് ബംഗ്ലാദേശികളെ സംബന്ധിച്ചിടത്തോളം ഓർ വിചാരിക്കുന്ന എന്താണ്, ബീഫ് കഴിക്കുന്നതിന് എന്താണ് വിഷയം, ബോസ് അറബാണ്, അവരും കഴിക്കാറുണ്ട്, ആ ഒരു കോൺഫിഡൻസിലേക്കാണ് വന്നത്. പക്ഷെ നമ്മളെ ബോസ് എന്ത് ചെയ്തു, ബംഗ്ലാദേശിൽ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അവർക്കൊരു മര്യാദ കൊടുക്കണം. കാരണം അവരെ വിശ്വാസമാണ്. അപ്പൊ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്ത് ഒരു ബഹുമാനിക്കണമെന്നില്ല. പിന്നെന്താണ് പറയാ, എന്താണ് അവരും അവരെ ഫാമിലിക്ക് വേണ്ടിയും എന്താണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന നാട് വീടൊക്കെ വിട്ട് നിങ്ങളെ പോലെ തന്നെയാണ്. അപ്പൊ ആ ഒരു മര്യാദ, കാരണം അവരുടെ വീട്ടിലേക്ക് എന്താണ് ഭക്ഷണത്തിന് അതിനൊക്കെ വേണ്ടി കാണേണ്ട ജോലി എന്നുള്ള രീതിയിലൊക്കെ ബംഗ്ലാദേശികൾ ഉപദേശിച്ചു. പക്ഷെ ഒരു ഈഗോ ഉണ്ടാവല്ലോ. അപ്പോ ആ ബംഗ്ലാദേശികൾ എന്താണ്, അവര് എന്താണ് പിന്നെ അവിടുന്ന് വെള്ളടിക്കുന്നു, മറ്റെന്താണ് ആൽക്കഹോൾ അത് ഇതൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് പ്രശ്നമാണ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ബോസ് ഇവരോട് പറഞ്ഞ എന്താണ്, നിങ്ങൾ വെള്ളടിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമ്പനി അക്കോമഡേഷൻ ചെയ്യുന്നത്, നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് എന്താണ് ഡ്യൂട്ടി സമയം അല്ലാത്തത്. അതായത് അവിടെ ഇത് രണ്ടാൾക്കാർ എന്ത് ചെയ്തു, ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് സോൾവ് ആയിട്ട് എന്ത് ചെയ്തു, അല്ല മറ്റു ടീം ആൽക്കഹോൾ, അതായത് രണ്ടാക്കും ആ സൊല്യൂഷൻ ഉണ്ടാക്കി, രണ്ടാക്കും എന്താണ് അങ്ങനെ പറ്റില്ല എന്ന് മാന്യമായിട്ട് എന്ത് ചെയ്തു. കുറെ കൂടി ഈ രാജസ്ഥാനികൾക്ക് സപ്പോർട്ടായിട്ടാണ് എന്ത് ചെയ്തത് ബോസ് ഉണ്ടായത്. ഞാൻ ആക്ച്വലി ഇന്നലെ പോയത് ഒരു വിസ ആവശ്യത്തിനാണ്, ഇന്ത്യൻ വിസ. ഓക്കെ, ഒരാൾക്ക് ഒരു ജോലിയായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോ മാറ്റർ ഇതാണ്, ഇപ്പോ എന്താണ് കുറച്ചുകൂടി ഫിൽട്ടർ ചെയ്തിട്ടാണ് എന്താണ് വിസ ഒക്കെ കിട്ടിയിട്ടുള്ളത്. നല്ല ടൈറ്റ് ആണ്. പണ്ടൊക്കെ നിങ്ങൾക്കറിയാം, ഏത് ഇന്ത്യൻ ആണെങ്കിൽ എന്താണ് ഒരു കോപ്പി മതി, ജസ്റ്റ് പാസ്പോർട്ടിന്റെ കോപ്പി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വിസക്ക് അപ്ലൈ ചെയ്യാം, വിസ പാസ്സാവും. എനി ടൈം എന്താണ് അവന് കയറി വരാം. പിന്നെ ഇടയ്ക്ക് എന്താണ് മെഡിക്കൽ നാട്ടിലേക്കായിരുന്നു. പക്ഷെ അതൊക്കെ നോർമൽ പ്രൊസീജിയറാണ്. ഈവൻ അവന്റെ പ്രൊഫൈൽ നോക്കൂല, എഡ്യൂക്കേഷൻ ഒന്നും നോക്കൂല. എനി ടൈം ഏതാണോ, ഈ ലേബർ ആണെങ്കിൽ ലേബർ കാറ്റഗറിയിൽ അപ്പയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, പിന്നെ ഇവിടത്തേക്ക് കയറി വരാൻ പറ്റും. ഇപ്പൊ സംഭവിക്കുന്നത് പറഞ്ഞാൽ നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു സ്പെസിഫിക് റിലീജിയൻ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഫിൽട്ടർ ചെയ്യുന്നുണ്ടോന്നില്ല. നമുക്കത് എത്രത്തോളം ഇത് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ആ രീതിയിലുള്ള ടോക്കൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അയാളെടുത്ത് ഞാനിങ്ങനെ പറഞ്ഞപ്പോ അയാള് എന്താണ് പിന്നെ വേണ്ടാന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അതിന്റെ റീസൺ ആലോചിച്ച് ഞാൻ ഇങ്ങനെ സത്യം പറഞ്ഞ കൺഫ്യൂഷൻ ആയി. കാരണം അയാൾ ആ ഒരു നിലപാട് എടുക്കുന്നത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ റീസൺ എന്നൊക്കെ പറയുന്നത്, അയാളെ മക്കളൊക്കെ ഇപ്പൊ തുർക്കിയാനെ പുറത്തേക്കാണ് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരൊക്കെ ഈ എന്താണ് അൽ ജസീറ ചാനൽ, TRT, അതൊക്കെ ഇങ്ങനെ എന്താണ് ഇംഗ്ലീഷും അറബിക്ക് അവരവരുടേതായ ന്യൂസ് ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇന്ത്യയിലുള്ള ചില പ്രൊഫൈലുകൾ ശക്തമായ രീതിയിൽ എന്താണ് ഇതെന്തോ ആരോ ഏൽപ്പിച്ച പോലെയൊക്കെയാണ്. എന്താണ് അതിന്റെ താഴെയൊക്കെ പോയിട്ട് എന്താണ് ഭയങ്കര മുസ്ലിം വിദ്വേഷം, അറബ് വിദ്വേഷം, ഒരു ആവശ്യമില്ലാതെ പോയിട്ട് ഇന്ത്യൻ എന്താണ് അതിന്റെയൊക്കെ ഫ്ലാഗ് ഒക്കെ കൊണ്ടിട്ട് ഇന്ത്യ വിദ്വേഷം. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ഒരു മറ്റൊരു തരത്തിലൊരു ഇമ്പാക്ട് ആണ്. ഇത് ആര് ചിന്തിക്കും. കാരണം നമ്മൾ ആലോചിക്കേണ്ടത് എന്താ, നമ്മളെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് എന്താണ് ചില രാജ്യങ്ങളെ പോപ്പുലേഷനേക്കാളും കൂടുതലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇന്ത്യക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതും വളരെ സ്വസ്ഥമായിട്ട് തന്നെയാണ്. ആരെങ്കിലും എന്താണ് ഏതെങ്കിലും വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളില്ലാതെ ഏതെങ്കിലും രീതിയിൽ അവർ സേഫ്റ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അവർ മതം പറഞ്ഞ ആരെങ്കിലും ആക്രമിക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം വന്നിട്ട് എന്താണ് ഏതെങ്കിലും രീതിയിൽ വംശീയത കാണിക്കുന്നൊന്നും മിഡിൽ ഈസ്റ്റിൽ അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു വംശീയതയോടുകൂടി ഇന്ത്യക്കാരനെ അല്ലെങ്കിൽ ഇന്ന മതത്തിന്റെ പേരിലൊന്നും ആക്രമിക്കട്ടെ ഉണ്ടെങ്കിൽ പോലും എന്താണ് ഒരർത്ഥത്തിൽ ഇവിടുത്തെ ഗവൺമെന്റ് അതിനെ പ്രൊമോട്ട് ചെയ്യില്ല, ഒരർത്ഥത്തിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല, ശക്തമായ രീതിയിൽ അതിനെ എതിർക്കുന്നില്ല എന്ന് യാതൊരു സംശയമില്ല. ഞാൻ ആലോചിച്ച് നോക്കി, നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിൽ തന്നെ എന്താണ് എല്ലാ മതക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, സ്വസ്ഥമായിട്ട് ഇവിടെ ഫാമിലി ആയി താമസിക്കുന്ന അവർ വിദ്യാഭ്യാസം, അവരെ എഡ്യൂക്കേഷൻ, അവരെ കൾച്ചറൽ ഇവന്റ് എല്ലാ പ്രോഗ്രാമുകളും ഇവിടെ നടക്കുന്നുണ്ട്. ഏത് പ്രോഗ്രാമിനാണ് ഇവന്റുകൾ, നമ്മൾ മലയാളികൾ തന്നെ നമ്മൾ കൂട്ടായ്മയിലെ എല്ലാ ഫംഗ്ഷനുകളും നടക്കുന്നില്ല. പക്ഷെ നമ്മൾ ഈ കുറെ എന്താണ് ഈ വികാര ജീവികളെ കൊണ്ടുപോയി കമന്റ് ഇടുന്നതിന്റെയും ആ ഒരു നേട്ടമില്ലാത്ത കുറെ ഈ അറബ്സിനോടും മുസ്ലിംസിനോടൊക്കെ ഉള്ള വിദ്വേഷം വെറുതെ കൊണ്ടുപോയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഛർദ്ദിച്ചതിന്റെ ഒക്കെ ഫലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തൊഴിൽ കിട്ടാനുള്ള സാധ്യതകളെയും തൊഴിലിടങ്ങളിൽ നിന്ന് പോലും നമ്മൾ എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ നമ്മൾ പുറത്താക്കപ്പെടും. പിന്നെ നമ്മൾ ഈ ഇത്രയും ലക്ഷങ്ങളൊക്കെ നാട്ടിൽ തിരിച്ചു വന്ന് സെറ്റിൽ ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇഷ്യൂ എന്ന് എന്തായിരിക്കും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കലഹം കൂടും. ഞാൻ ആലോചിച്ചൊക്കെ ജോലി സാധ്യത കുറയും. കുറെ ആൾക്കാർ നാട്ടിൽ ഉണ്ടാകുമ്പോൾ എല്ലാരും അത് ബാധിക്കും. ഇപ്പൊ അത്രയും ലക്ഷങ്ങൾ പുറത്ത് പ്രവാസിയായി ജീവിക്കുന്നതുകൊണ്ട് നാട്ടിൽ കുറച്ചും കൂടി ട്രാഫിക് കുറയുന്നുണ്ട്. അപ്പൊ ആ സാധ്യതകളെല്ലാം ഇല്ലാതാക്കുന്നത്. അപ്പൊ ഈ ഒരു വിദേശ രാഷ്ട്രീയം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് അത് വലുതായിരിക്കും. പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നില്ല ഗൗരവമായിട്ട് ആരും അതൊക്കെ ഇതുവരെ ചർച്ച ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. ആക്ച്വലി ഞാനൊരു ടെക്നീഷ്യന് ആക്ച്വലി വിസ പിന്നെന്താണ് പിന്നെ അപ്ലൈ ചെയ്തു. അത് എന്നിട്ട് എന്താ റിജക്ട് ആയി. അപ്പൊ അതിനൊരു
ആണ്. പക്ഷേ അതാണോ എന്നൊന്നും സ്പെസിഫിക് നമുക്ക് പറയാനില്ല. പക്ഷെ ആക്ച്വലി റിജക്റ്റഡ് ആണ്. അപ്പോ ഇത് ഈ ഒരു നമ്മൾ ഈ എന്താണ് ഈ ലുങ്കി ന്യൂസ് ആണോ എന്നൊന്നും അറിയില്ല. അത്രത്തോളം ഫാക്ട് ആണ്. ഔദ്യോഗികമായിട്ടൊന്നും നമുക്കിത് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ വിസ എന്താണ് ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. അപ്പൊ അപ്പൊ അതൊന്നും എന്താണ് മിഡിൽ ഈസ്റ്റിൽ അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നമ്മൾ ഒരു ഇന്ത്യ എന്ന് പറയുന്ന എല്ലാവരും. കാരണം അവർക്ക് സ്കൂള് തലങ്ങളിൽ അടക്കം മഹാത്മാഗാന്ധിയും നെഹ്റു ഇന്ദിരാഗാന്ധിനെയൊക്കെ കുറിച്ച് അവർക്ക് സ്കൂളുകൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവർ ആ ഒരു നമ്മളെടുത്തുന്നില്ല ഒരു സെക്യുലറിസം ഒരു സോഷ്യലിസം നമ്മൾ ഫ്ലെക്സിബിൾ ആണ് എന്നില്ല വിശ്വസിക്കാൻ പറ്റുന്ന ജനങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സൗഹാർദ്ദപരമായിട്ട് കാണുന്നതുകൊണ്ടാണ്. ഈവൺ ഇവിടുത്തെ എല്ലാ ഷെയ്ഖിന്റെ പാലസുകളിൽ തന്നെ വളരെ കീ ആയിട്ടുള്ള പോസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് റിലീജിയൻ ഒന്നും നോക്കാതെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് എല്ലാ മേഖലകളിലും. അത് ആരോഗ്യ മേഖലയിലാവട്ടെ ഇനി കിച്ചണിലാവട്ടെ. അപ്പൊ അത്തരം സ്ഥലങ്ങളിലൊക്കെ വിശ്വസ്തരായ ആൾക്കാർ മാത്രമേ സാധാരണ കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ടിലുള്ളവരൊക്കെ വളരെ വെൽക്കമിങ് ആയിട്ട് നന്നായിട്ട് എന്താണ് പിന്നെ സ്വീകരിച്ച് ജോലി ചെയ്ത് പോവാണ്. പക്ഷെ ഇപ്പൊ അതൊക്കെ എന്തായി മാറിക്കൊണ്ടിരിക്കുന്നത്. അവര് പോലും ഫിൽറ്ററിംഗ് എന്നല്ല, അവരത് നിർബന്ധം, അവർ പേടിച്ചു തുടങ്ങി. കാരണം ഇവർക്ക് എന്തിനാ ഇത്ര വിദ്വേഷം നമ്മളോട് എന്നില്ല, അറബ്സിനോട് എന്തിനാ വിദ്വേഷം എന്നില്ല. കാരണം വിശ്വാസത. കാരണം അവരാലോചിക്കുന്നത് എന്താ അറിയോ, ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് വന്ന് എല്ലാവരും ഇപ്പൊ എല്ലാ മിഡിൽ ഈസ്റ്റിലും എല്ലാ ഇവന്റുകളും പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നില്ലേ, ആരെങ്കിലും അവരെ തടയുന്നുണ്ടോ? ചില നിയമങ്ങൾ അത് എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. എല്ലാ ഇവന്റിനും പെർമിഷൻ എടുക്കാം, അത് എല്ലാവർക്കും ബാധകമാണ്. എല്ലാ റിലീജിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടും. അപ്പൊ ആ ഒരു ഇത് ജോലി ചെയ്യുന്നുണ്ട്. എല്ലാ വിഭാഗത്തിലുള്ള ആൾ ജോലി ചെയ്യുന്നുണ്ട്. ഫാമിലി താമസിക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, എല്ലാം ഓക്കെയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വികാരം അതിനെ കൊണ്ട് നേട്ടം കുറച്ച് രാഷ്ട്രീയക്കാരാണ്. ആ മന്ത്രിയാവുന്ന കുറച്ച് തലപ്പത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാർക്കാണ് അതിന്റെ നേട്ടം. അത് റിലേറ്റഡ് ആയിട്ട് അവരെ സ്വന്തക്കാരെ കമ്പനികൾ അതിലൊക്കെ നടന്നു പോകുന്നുണ്ടാവും. പക്ഷെ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു തൊഴിൽ സാധ്യത അല്ലെങ്കിൽ നമുക്ക് മാന്യമായി ജീവിക്കാനുള്ള വരുമാനവും സാലറിയും കിട്ടാൻ സാധ്യതയുള്ള ഇടങ്ങളാണ് മിഡിൽ ഈസ്റ്റ്. അപ്പൊ അവിടെ നമ്മൾ ആ ഒരു വിശ്വസ്തത, പിന്നെ നമ്മള് മുമ്പുണ്ടായിരുന്ന സൗഹൃദമായ സാഹചര്യം ഇല്ലാതായിട്ട് മറ്റാൾക്കാർ വരും. ഇവിടെ നമ്മൾ മാത്രമൊന്നല്ല ജോലി അന്വേഷിച്ച് വരുന്ന മറ്റെന്താണ് കൺട്രിയിലുള്ള ആൾക്കാരുണ്ട്. ഫിലിപ്പീൻസ് ഉണ്ട്, ബംഗ്ലാദേശിലുണ്ട്, ആഫ്രിക്കൻ കൺട്രിയിൽ ഇപ്പൊ അത്യാവശ്യം വരുന്നുണ്ട്. പിന്നെ പല രാജ്യങ്ങളിൽ നിന്ന് ഇപ്പൊ നേപ്പാളിൽ നിന്ന് വരുന്നുണ്ട്, ശ്രീലങ്കൻസ് ഉണ്ട്. അപ്പൊ ഇവരോടൊക്കെ നമ്മൾ മത്സരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നെ നമുക്ക് ജോലി അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ചെയ്തു വരുന്നത്. അപ്പൊ ആ ഒരു പൈസ ശരാശരി മിഡിൽ ഈസ്റ്റ് പ്രവാസികൾ കൃത്യമായി നാട്ടിലേക്ക് തന്നെയാണ് അയക്കുന്നത്. വളരെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഇവിടെ തന്നെ സെറ്റിലാണ്. സാധ്യത കുറവാണ്. എല്ലാവരും നാട്ടിലേക്കാണ്. അതിന്റെ പിന്നെന്താണ് മെച്ചങ്ങൾ നാട്ടിൽ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു സാധ്യത നമുക്ക് ഇല്ലാണ്ടായി. ആ ഒരു വാതിലുകൾ നമ്മള് എന്താണ് വികാരത്തിന്റെ പുറത്ത് വെറുതെ ഇല്ലാത്തൊരു ശത്രുത ഉണ്ടാക്കി ആ ശത്രുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിട്ട് ആ വിദ്വേഷവും ഇതൊക്കെ ചർപ്പിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ഭവിഷ്യത്താണ്. പക്ഷെ അതൊക്കെ എത്രത്തോളം ബോധവൽക്കരിക്കും, ഇതൊക്കെ എല്ലാവരും പിന്നെന്താണ് കേരളത്തിൽ പ്രത്യേകിച്ച് നല്ല രീതിയിലൊക്കെ എന്താണ് വരും കാലങ്ങളിൽ അതിന്റെ ഫലം ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതാണ്.